ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഞാനിന്ന് ഇവിടെ എത്തിയിട്ടുള്ളത് റെസിപ്പി വീഡിയോ ആയിട്ടല്ല കേട്ടോ, ഒരു റൂം ക്ലീൻ ആക്കുന്ന ഒരു വീഡിയോസാണ്. റൂമൊക്കെ കണ്ടില്ല, ആകലങ്കോലായി കിടക്കുക കേട്ടോ. അപ്പോൾ ഒന്ന് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ആഴ്ചക്കാണ് ഞാൻ ബെഡ്ഷീറ്റൊക്കെ മാറ്റുക. അപ്പോൾ ഒന്ന് ബെഡ്ഷീറ്റ് മാറ്റുന്ന ദിവസം, സാധാരണ ബെഡ്ഷീറ്റ് മാറ്റുന്ന ദിവസങ്ങളിൽ ഞാൻ ഒക്കെ ഒന്ന് പൊടിയൊക്കെ തട്ടി ജനവാതിലൊക്കെ ഒന്ന് തുടച്ച്, നല്ല പൊടി ഉണ്ടാകും. അപ്പോൾ റോഡ് സൈഡ് ആയത് കാരണം നല്ല പൊടിയാണ്. അപ്പോൾ ആദ്യം ആ പൊടിയൊക്കെ ഒന്ന് തട്ടിയിട്ട് വേണം നമുക്ക് ജനവാതിലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ കേട്ടോ. ജനവാതിലൊക്കെ ഒന്ന് തുടക്കണം, ആകെ പൊടിയും മാറാലൊക്കെ ആയിട്ടുണ്ടാവും ഓരോരോ ആഴ്ച. അപ്പോൾ നമ്മൾ തീരെ ശ്രദ്ധിച്ചിട്ട് ഞങ്ങൾ എന്തായിരിക്കില്ല അവസ്ഥ. അപ്പോൾ ഒക്കെ ഒന്ന് പൊടി തട്ടി നമുക്ക് ഒക്കെ ഒന്ന് തുടക്കണത് കാണണം കേട്ടോ. അപ്പോൾ ആദ്യം ജസ്റ്റ് ഒക്കെ ഒന്ന് പൊടിയൊക്കെ ഒന്ന് ലെവലാക്കി തട്ടാം. പൊടി തട്ടിയതിന് ശേഷം പിന്നെ ഒരു നനഞ്ഞ ക്ലോത്ത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തുടച്ചാൽ തന്നെ നല്ല വൃത്തി ഉണ്ടാകും. വൈറ്റ് ആയത് കാരണം നല്ല പൊടി എപ്പോഴും പെട്ടെന്ന് കണ്ണിൽ പെടും. നമ്മളെ ഈ മരത്തിൻ്റെ കളറൊക്കെ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്ര ശ്രദ്ധയിൽ പെടില്ലല്ലോ. വൈറ്റ് ആയതിൻ്റെ പേരിൽ നല്ല അടിപൊളിയായിട്ട് തന്നെ എടുത്തുകൊണ്ട് കാണിക്കും പൊടിയൊക്കെ ആയാൽ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ആക്കണം. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ കാണുന്ന കുഞ്ഞ് ബെല്ലൈക്കനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 3 ഓപ്ഷൻ വരും. അതിന് മുകളിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പുറക്കപ്പം കിട്ടുന്ന കേട്ടോ. ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങൾ മറക്കരുത്. അപ്പോൾ ആദ്യം അതൊക്കെ ഒന്ന് തുടച്ച് ലെവലാക്കി ഇനി നമുക്ക് ഈ സൈഡും കൂടെ ഒന്ന് തുറക്കാം. കോർണർ വിൻഡോ ആണ്, അപ്പോൾ രണ്ടും ഇതും തുടക്കണ്ടേ. നമ്മളെപ്പോഴും നല്ല ക്ലീൻ ആക്കി കഴിഞ്ഞാൽ നല്ലൊരു മനസ്സിന് തന്നെ ഒരു സുഖമാണല്ലോ. തീരെ നമുക്ക് അസുഖമൊക്കെ കാണുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അങ്ങനെ ക്ലീൻ ആക്കാനും ആരും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ എടുക്കുമ്പോൾ മനസ്സിന് വല്ലാത്ത വിഷമമൊക്കെ ഉണ്ടാവും കേട്ടോ. എപ്പോഴും നല്ല നീറ്റായിട്ട് റൂമും വീടും തന്നെ നല്ല നീറ്റായിട്ട് ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിന് നല്ലൊരു സന്തോഷമായിരിക്കും. എന്തിനും നമുക്കൊരു കോൺഫിഡൻ്റ് ആയിരിക്കും. വീട് ആകെ അലങ്കോലപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ മാത്രമല്ല പെട്ടെന്ന് ഗസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആകെ ഒരു ഇതാകും. അപ്പോൾ നല്ല നിലയിൽ എപ്പോഴും നമ്മൾ നീറ്റായിട്ട് കൊണ്ടെടുക്കാമെങ്കിൽ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ചിലപ്പോൾ നമ്മൾ ഇടാത്ത സമയത്തായിരിക്കും, പിന്നെ വൃത്തിയാക്കാത്ത സമയത്തായിരിക്കും ആരെങ്കിലുമൊക്കെ കയറി വരും. ഇതൊക്കെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റണം. ബെഡിൻ്റെ കവർ ഇതുവരെ ഇടാൻ കഴിഞ്ഞിട്ടില്ല. ഒരു കവർ ഒന്ന് വാങ്ങിച്ച് കൊണ്ടുവന്നിട്ടോ, പക്ഷേ അത് ഭയങ്കര ടൈറ്റ്, ഇടാൻ പറ്റാത്ത കാരണം മടക്കി കൊടുത്തു. തീരെ ഇടാൻ പറ്റിയില്ല. ഇനി ഒന്ന് ടൗണിൽ പോണ സമയത്ത് ഒന്ന് ബെഡിന് ഒരു കവർ വാങ്ങണം. വൈറ്റാണ്, അത് കാരണം നല്ല എന്താ പറയുക, നല്ലോണം ശ്രദ്ധിക്കേണ്ടി വരും. വൈറ്റ് ഇടുന്ന ദിവസം ചവിട്ടാതെയും പിടിക്കാതൊക്കെ ഇരിക്കും, മറ്റേ അങ്ങനെ എടുക്കും. അങ്ങനെയൊക്കെ നീറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെയും കൂടെ ഒന്ന് ലെവലാക്കണം. ബെഡ് കഴിഞ്ഞ് ഇനി ഈ മിററിൻ്റെ ഭാഗത്ത് രാത്രിയിൽ ഇങ്ങനെ ഗുളികയൊക്കെ കഴിച്ച് അതേപോലെ എടുത്തേക്കാൻ പിന്നെ രാവിലെ ആവട്ടെ എന്ന് വിചാരിക്കും. പിന്നെ രാവിലെ അടിച്ചു വരുന്ന സമയത്താണ് ഒക്കെ ക്ലീനായി ചെയ്യൽ. എല്ലാതും കഴിഞ്ഞ് ഇനി അടിച്ചു വാരുകയാണ്. അതൊന്ന് അടിച്ച് വാരിയിട്ട് പിന്നെ തുടക്കലും കൂടെ കഴിഞ്ഞാൽ റൂമിൻ്റെ കഴിയല്ലോ. ഇനി വൈറ്റ് വിരിക്കുന്ന ദിവസം ഞാൻ ഇതേപോലെ ഒരു പോട്ട് കൊടുന്ന് വെക്കും കേട്ടോ. നല്ല ഗ്രീൻ കളറല്ലേ, അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഗ്രീനിനോട്.
അപ്പോൾ ഈ വൈറ്റും ഈ ഗ്രീനും ഒക്കെ വെക്കുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു സംതൃപ്തി കേട്ടോ റൂമിൽ കാണുമ്പോൾ. ഞാൻ വൈറ്റ് ഇടുന്നത് ലിവിങ് റൂമിലത്തെ പോട്ടാട്ടോ, അത് ഞാൻ ഇങ്ങോട്ട് കൊടുന്ന് വെച്ചതാണ്. കാരണം എനിക്ക് വൈറ്റ് ഇടുന്ന ദിവസങ്ങളിൽ ബെഡ്റൂമിൽ അത് വെക്കണം. അപ്പോൾ എനിക്ക് മനസ്സിക്ക് ഭയങ്കര ഒരു സന്തോഷം കേട്ടോ. ഓരോരുത്തർക്കും ഓരോരോ ഇതല്ലേ, എൻ്റെ സന്തോഷം ഞാൻ പറഞ്ഞത്. അപ്പം നല്ല നീറ്റായിട്ടുണ്ട് കേട്ടോ. ഇനി ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.